ഹായ് ഫ്രണ്ട്സ്, ഇത് ഹെഗൽ H390 ഒരു ഹൈ എൻഡ് ആംപ്ലിഫയർ ആണ്. ഒരു ചാനലിന് ഏകദേശം 250 വാട്ട് 8 ഓംസിലാണ് വരുന്നത്. അങ്ങനെ 250 പ്ലസ് 250 ടോട്ടൽ 500 വാട്ട്സ് മാക്സിമം ഔട്ട്പുട്ട് 8 ഓംസിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഹൈ എൻഡ് ആംപ്ലിഫയർ ആണ്. ഈ ഒരു ആംപ്ലിഫയറിന് ഓഡിയോ ഫയൽസിൻ്റെ ഇടയിൽ ഒരു നിക് നെയിം തന്നെ ഉണ്ട്. റോബിൻ ഹുഡ് എന്നാണ് ഈ ഒരു ആംപ്ലിഫയറിനെ അവർ വിളിക്കുന്നത്. വളരെ എക്സ്ട്രാ ഓർഡിനറി മ്യൂസിക്കൽ ക്വാളിറ്റിയാണ് ഈ ഒരു ആംപ്ലിഫയറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആംപ്ലിഫയറിന് നല്ല രീതിയിലുള്ളൊരു വിലയും വരുന്നുണ്ട് എന്നുള്ളതാണ്. ആംപ്ലിഫയർ വിത്ത് സ്ട്രീം റോഡ് കൂടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി, മെറ്റൽ ബോഡി കൺസ്ട്രക്ഷനൊക്കെ തന്നെ വളരെ ഹൈ ക്വാളിറ്റിയിലാണ് വരുന്നത്. ഒരു ഓഡിയോ ഫയൽ ആംപ്ലിഫയർ എന്നുള്ള രീതിയിലല്ല കമ്പനി ഇതിനെ പറയുന്നത്. ഒരു ഫാമിലി എൻജോയ് എന്നുള്ള രീതിയിലാണ് അവർ ഇതിനെ വിശേഷപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പോലും ഓഡിയോ ഫയൽസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും അവർ വളരെ മികച്ചതാണെന്നുള്ള റിവ്യൂ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 250 പ്ലസ് 250 വാട്ട്സ് ആണ് ഈ ഒരു ആംപ്ലിഫയർ വരുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയറിന് ഒരു പേറ്റൻറ്റ് തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടി സൗണ്ട് എൻജിൻ 2 ടെക്നോളജി അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമുക്ക് ഡയറക്റ്റ്ലി ഇതിനകത്ത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ സ്ട്രീമിംഗ് ചെയ്ത് നമുക്ക് ഹൈ റെസൊല്യൂഷൻ പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ നെറ്റ്വർക്ക് 3 ഡാക്ക് ലൂപ്പാണ് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ UPnP, ആപ്പിൾ എയർപ്ലേ, സ്പോട്ടിഫൈ പോലുള്ള ഹൈ റെസൊല്യൂഷൻ ഓൺലൈൻ സ്ട്രീം ചെയ്ത് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. അതും ഹൈ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഹൈ റെസൊല്യൂഷനായിട്ട് തന്നെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഇതിനകത്ത്. അപ്പോൾ അതുപോലെയുള്ള സ്പീക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് കെഫിൻ്റെ 2 സ്പീക്കേഴ്സാണ്. 8 ഓംസിലാണ് ആ ഒരു സ്പീക്കേഴ്സ് വരുന്നത്. സ്പീക്കറിലേക്ക് ഔട്ട് പോകുന്നത് വളരെ നിലവാരം ഉള്ള ബനാന പ്ലഗുകൾ വഴിയാണ്. കൂടാതെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വയറിനും അതുപോലുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. നമുക്കിതിൻ്റെ കണക്ടിവിറ്റികളൊക്കെ ഒന്ന് നോക്കാം. അനലോഗ് ഇൻപുട്ട് 1 ബാലൻസ്ഡ് XLR, 2 അൺബാലൻസ്ഡ് RCA, ഡിജിറ്റൽ ഇൻപുട്ട് 1 കോആക്സിയൽ BNC, 1 കോആക്സിയൽ CRC വരുന്നുണ്ട്. 3 ഒപ്റ്റിക്കൽ ഇൻപുട്ട് വരുന്നുണ്ട്. 1 USB കൂടാതെ 1 നെറ്റ്വർക്ക് ഇൻപുട്ടുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുമ്പോൾ 5 ഹെഡ്സ് തൊട്ട് നമുക്ക് 5 ഹെഡ്സ് തൊട്ട് കിട്ടുന്നുണ്ട്. 180 കിലോ ഹെഡ്സ് വരെ ഇതിനകത്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ മോർ ദാൻ 100 dB വരുന്നുണ്ട്. വർക്കിംഗ് ടൈം നല്ല ഹീറ്റ് ആവുന്ന ഒരു ആംപ്ലിഫയർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പ് കവറിലും സൈഡിലെല്ലാം നല്ല രീതിയിലുള്ള എയർ വെൻറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ മുൻഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും നല്ല വെൽ ഡിസൈനിങ് ആണ്. ഓവറായിട്ടുള്ള ഡിസൈനിങ് ഒന്നുമല്ല, ആവശ്യത്തിനുള്ള ഡിസൈനിങ് കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഹെഗലിൻ്റെ എല്ലാ ആംപ്ലിഫയറുകളിലും ഒരേ ഡിസൈൻ തന്നെ ആയിരിക്കും അവർ കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് അവർ കൊടുക്കാറില്ല. അവരുടെ എല്ലാ ആംപ്ലിഫയറുകൾക്കും ഇതേ ഡിസൈൻ തന്നെ ആയിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിൽ വരുന്ന സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ സെറ്റ് സ്റ്റാർട്ടപ്പ് വോളിയം, സെറ്റ് മാക്സിമം വോളിയം വരുന്നുണ്ട്. അതായത് നമുക്ക് തുടക്കത്തിൽ എത്ര ഓൺ ചെയ്യുമ്പോൾ എത്രയിൽ കേൾക്കണം, എത്ര വരെ നമുക്ക് കൂട്ടുമ്പോൾ ആ വോളിയം നിൽക്കണം എന്നുള്ളതൊക്കെ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കോൺഫിഗർ ആൾ ഇൻപുട്ട് ഫിക്സ്ഡ് ലെവലിൽ ഇൻപുട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ തന്നെ ഇതിനകത്ത് IP നമ്പർ വെച്ചിട്ട് നമുക്കിതിനെ കമ്പ്യൂട്ടർ വഴി കൺട്രോൾ ചെയ്യാനും പറ്റും. ഇതിൻ്റെ സോഴ്സ് സെലക്ടർ കൺട്രോൾ വളരെ ഈസിയാണ്. ഈ ഒരു നോബ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ കണക്ടിവിറ്റികളും നമുക്ക് ഈ ഒരു കൺട്രോൾ കറക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ EISAയുടെ ഹൈ എൻഡ് ആംപ്ലിഫയർ 2019, 2020 അവാർഡ് വിന്നിങ് ആംപ്ലിഫയറും കൂടെയാണ് നമ്മുടെ ഈ ഹെഗലിൻ്റെ H390 എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോ നമുക്ക് ഇനിയും കാണാം. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.